ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണ്. എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അതുപോലെ നമുക്കിത് കേടുകൂടാതെ ദിവസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 2 കപ്പ് മൈദപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മൈദയും ഗോതമ്പ് പൊടിയും കൂടെ പകുതി എടുത്തിട്ട് ആ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ മൈദ പറ്റാത്തവർക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിനനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അയമോദകമാണ്. ഒരു 1/4 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇത് കയ്യിലിട്ടിട്ട് ഇതേ രീതിയിലൊന്ന് തിരുമ്മി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം കൈകൊണ്ട് ഈ ഓയിൽ നല്ല രീതിയിൽ മൈദയിലൊക്കെ ആകുന്ന രീതിയിൽ കൈകൊണ്ട് ഇതേ രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് നല്ല രീതിയിൽ എടുക്കണം കേട്ടോ. ഈ മൈദയൊന്നും കട്ട പിടിച്ചിരിക്കാത്ത രീതിയിൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തുമ്പോൾ ഈ ഒരു രീതിയിൽ വരണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മൈദയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് തണുത്ത വെള്ളം എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം മാത്രമേ എടുക്കാവൂ കേട്ടോ. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മാവ് ഒരുപാട് ലൂസായി പോകരുത്, നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതാകണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം ഇതിലേക്ക് ഞാൻ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഈ തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ തേങ്ങ ചിരകിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. തീ ഒട്ടും നമ്മൾ കൂട്ടി വെക്കരുത്, തീ വളരെ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ തേങ്ങയൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൻ്റെ സൈഡിലോട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മല്ലി തന്നെ ചേർത്ത് കൊടുക്കണം, മല്ലിപ്പൊടി ചേർക്കാതെ. കൂടെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ സാധാരണ ജീരകമാണ്. അതൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂടെ തന്നെ എള്ളാണ് എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എള്ള എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ളാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഒന്നുകൂടി നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടൊക്കെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് അമർത്തി നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്യുകയാകാവൂ, ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്. നല്ല തരിതരിപ്പോട് കൂടി നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാകണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചട്നിയാണ്. ഈ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനത് പിന്നീട് പറഞ്ഞു തരാം. നല്ല എരിവും പുളിയും ഉപ്പും മധുരവും കൂടി നന്നായിട്ട് ചേർന്നിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ചട്നിയാണിത്. ഇതിൽ നിന്നും 1 ടീസ്പൂൺ ചട്നിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം.
ആ നേരം കൊണ്ട് തന്നെ മാവൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 3 പോർഷനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലാണിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇത് കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഷീറ്റായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ എണ്ണയോ പൊടിയോ ഒന്നും തേച്ച് കൊടുക്കുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുക്കണം കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് കനവുമായി പോകരുത്, അതുപോലെ കനം കൂടിപ്പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇതാ ഈ ഒരു വലിപ്പത്തിൽ അത്യാവശ്യം വലുതായിട്ട് തന്നെ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡിൽ നിന്നും കുറേശ്ശെ മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയാണ് ഞാനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചട്നി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. നമ്മൾ സാധാരണ ടൊമാറ്റോ സോസൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചട്ടിയിലേക്ക് നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചട്നി എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഈ പുളിയുടെയും ശർക്കരയുടെയും അളവ് നമുക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരയും പുളിയും നല്ലതുപോലെ അലിഞ്ഞ് നല്ല രീതിയിൽ അതിൻ്റെ സത്തൊക്കെ വന്നിട്ട് ആ ഒരു രീതിയിൽ തിളച്ച് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചേക്കുന്നത്. ഇനി ഇതല്ലാതെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കൊടുത്ത ശേഷം ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് ശർക്കരയും ഇതുപോലെ ഒന്ന് പാനിയാക്കിയ ശേഷം രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ച് അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പുളിവെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വറ്റി നല്ല തിക്കായിട്ട് കിട്ടും. ആ ഒരു രീതിയിൽ വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ പണ്ട് കടയിൽ നിന്നൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ പുളിമുട്ടായി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണത്. ഇങ്ങനെ തന്നെയാണ് അതും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതാണ്ട് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ ഒന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. തണുത്ത് വന്നപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ തന്നെ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇനി നമ്മൾ ചട്നിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചട്നിയാണ്. നമുക്കിത് സ്നാക്സ് കഴിക്കാനായിട്ട് നല്ലൊരു സോസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. നമ്മളിത് വളരെ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ സോസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നമുക്കിത് ഒരുപാട് നാൾ കേടുകൂടാതെ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ചട്നിയാണ് നമ്മൾ ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇതേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ ഷീറ്റിൻ്റെ 4 സൈഡിലെ എൻഡിലോട്ട് പോകരുത്. കുറച്ചൊന്ന് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് ചട്നിയൊക്കെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ കുറേശ്ശെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട ഞാൻ സ്പൂൺ കൊണ്ട് എല്ലാ സൈഡിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യരുത്, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവൂ. പ്രസ് ചെയ്യരുത്. കാരണം ഈ മസാലയൊക്കെ ഈ ഷീറ്റിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഒട്ടും നമ്മൾ പ്രസ് ചെയ്യരുത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒരു സൈഡിൽ ഇതുപോലെ ആ ഷീറ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പതുക്കെ നമ്മളിതൊന്ന് ചുറ്റിയെടുക്കണം. ഒരു പ്രാവശ്യം ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തെ ആ ഒരു ചുറ്റിയെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എൻഡ് വരെ നമ്മളങ്ങനെ ചെയ്യരുത്. ആ ഒരു എൻഡ് ഭാഗത്തെ മാവുത ഇതേ രീതിയിലൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്.
കുറച്ച് കട്ടിയാണല്ലോ ആ ഭാഗം, അതുകൊണ്ട് കുറച്ച് ഇതുപോലൊന്ന് നമ്മൾ മാവ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ കട്ടി കുറഞ്ഞ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഇതേ രീതിയിലൊന്ന് തടവി കൊടുക്കുക. കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതേ രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കുക കേട്ടോ. ദാ ഈ ഒരു രീതിയിൽ ഇനി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു കാര്യം നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് നല്ല കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള സ്നാക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്ത് കൊടുത്ത ശേഷം ദാ ഇതേ രീതിയിൽ പതുക്കെ ഒന്ന് ഇനിയൊന്ന് റോൾ ചെയ്തെടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അവിടെ നമ്മൾ കുറച്ച് സ്ഥലം വിട്ടതുകൊണ്ട് അവിടെ മസാലകളൊന്നും പ്രത്യേകിച്ചില്ല. കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തത് ആദ്യം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ആ മാവൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിപ്പോവും കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ചെറിയ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിനെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി ഇരിക്കുന്ന മാവും കൂടെ ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യരുത്, ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്യുക ആകാവൂ കേട്ടോ. അതുപോലെ നമ്മളിത് നിലത്ത് വെച്ചിട്ടോ ഒന്നും നമ്മളിത് പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം രണ്ട് സൈഡിലും നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇത് എടുക്കുന്നത്. നിലത്ത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴേ ഇതിൻ്റെ ലെയർ വിട്ടുപോകാനും നിലത്തൊട്ടി പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ ഇത് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ എണ്ണ നല്ലതുപോലെ ചൂടാവേണ്ട ആവശ്യമില്ല. എണ്ണ ഒരു മീഡിയം രീതിയിൽ മാത്രമേ ചൂടാകാവൂ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഈ സ്നാക്സ് ഇട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് ഇതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് എണ്ണ ഒരു മീഡിയം ലെവലിൽ ചൂടായ ശേഷം നമ്മൾ ഇതേ രീതിയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിലോട്ട് പോലും മാറ്റരുത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോവുകയും ഉള്ളു വേവാതെ ഇരിക്കും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഇതിൽ എണ്ണ പിടിക്കത്തതൊന്നുമില്ല. ഇനി ഇത് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ 1-2 മിനിറ്റത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഇളക്കാനോ ഒന്നും പാടില്ല കേട്ടോ. ഇതൊന്നും മാറ്റാനോ നീക്കാനോ ഒന്നും പാടില്ല. ഇതേ രീതിയിൽ തന്നെ കിടക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സീൽ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതേ രീതിയിൽ എണ്ണയിലേക്ക് ഇടുമ്പോഴേ ഇത് എണ്ണയിൽ ഈ മസാലയൊക്കെ എണ്ണയിലേക്ക് അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മസാല കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും അഴിഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഈ സ്നാക്സ് ഒക്കെ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇത് നമ്മൾ കോരിയെടുത്ത് മാറ്റി വെക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ഇതൊന്ന് മൂത്ത് കിട്ടും കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.